ഒരു BJP MP ആയി അല്ലെങ്കിൽ ഒരു BJP കേന്ദ്രമന്ത്രിയായി എന്നതിൻ്റെ പേരിൽ സുരേഷ് ഗോപി എന്ത് ചെയ്താലും കുറ്റമാണ്, എന്ത് പറഞ്ഞാലും വിവാദമാണ്. എത്ര രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ, എത്ര ജനപ്രതിനിധികളുണ്ട് ഇവിടെ. അവരൊക്കെ സംസാരിക്കുമ്പോൾ, അവരൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കാത്തവർ സുരേഷ് ഗോപി ശ്വാസം എടുക്കുമ്പോൾ പോലും അതിൽ രാഷ്ട്രീയ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്ത ആ ചരിത്ര നിമിഷത്തിൽ ഒരു മലയാളി എന്ന നിലയിൽ നെഞ്ചു വിരിച്ചു നിന്ന് ആഹ്ലാദിച്ച ആളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആ ആവേശത്തിൽ അദ്ദേഹം പാർലമെന്റിൽ കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം എന്ന അവിസ്മരണീയമായ ഗാനം പാടി. എന്നാൽ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ മെയിൻ ചർച്ച? ആ പാട്ട് എഴുതിയ പ്രഗത്ഭനായ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പേര് പ്രസംഗത്തിൽ പറഞ്ഞില്ല, അതുകൊണ്ട് സുരേഷ് ഗോപി വലിയൊരു അപരാധം ചെയ്തു, നന്ദി കെട്ടവനാണ്, മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഒരു കൂട്ടരുടെ കരച്ചിൽ. ഇതിന്റെ പേരിൽ സുരേഷ് ഗോപിയെ വിചാരണ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവരുടെ യഥാർത്ഥ അജണ്ട നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? ആദ്യം നമുക്ക് ആ സംഭവത്തിന്റെ പശ്ചാത്തലം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. പതിറ്റാണ്ടുകളായി ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് എല്ലാ കേന്ദ്ര രേഖകളിലും കേരളം എന്ന് മാറ്റി എഴുതുക എന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് നമ്മൾ ചുമക്കുന്ന കേരള എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് പകരം മാതൃഭാഷയുടെ തനിമ നിലനിർത്തുന്ന കേരളം എന്ന പേര് രാജ്യത്തിന്റെ പരമോന്നത സഭയിൽ അംഗീകരിക്കപ്പെട്ടപ്പോൾ അത് ഏതൊരു മലയാളിക്കും അഭിമാന നിമിഷം തന്നെയാണ്. ആ ചരിത്ര ബില്ല് പാസ്സായ നിമിഷം സഭയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തന്റെ വികാരം പ്രകടിപ്പിച്ചു. അവിടെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റ് യാന്ത്രികരായ രാഷ്ട്രീയക്കാരെ പോലെ കുറിപ്പുകൾ നോക്കി അക്ഷരത്തെറ്റില്ലാതെ പ്രസംഗിച്ചു പോകുന്ന ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം പൂർണ്ണമായും വികാരങ്ങളുടെ മനുഷ്യനാണ്. ഒരു വികാരം ഉള്ളിൽ വന്നാൽ അത് അപ്പോൾ തന്നെ പുറത്ത് കാണിക്കുന്നയാളാണ്. ആ ഒരു പേരിൽ പോലും അദ്ദേഹം പല സമയത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിമിഷത്തിൽ മലയാളി എന്ന നിലയിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും സ്വയം ഉയർന്നു വന്ന വരികളായിരുന്നു കേരളം കേരളം എന്നത്. പേപ്പർ നോക്കാതെ തയ്യാറെടുപ്പുകളില്ലാതെ സംസാരിച്ചപ്പോൾ സംഭവിച്ച തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു വിട്ടുപോകൽ മാത്രമായിരുന്നു അത്. അതിലെന്താണ് ഇപ്പോൾ ഗൂഢാലോചനയൊക്കെ ചിത്രീകരിക്കാനുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതിന് പിന്നാലെയാണ് ശ്രീകുമാരൻ തമ്പി സാർ ഫേസ്ബുക്കിൽ കടുത്ത ഭാഷയിൽ പോസ്റ്റ് ഇട്ടത്. അടിയന്റെ പേര് പറയാൻ കേന്ദ്രമന്ത്രി തയ്യാറായില്ല, മഹാകവി എന്ന ലേബലിൽ നിന്ന് ഒതുക്കി, സുരേഷ് ഗോപിക്ക് മറവി രോഗമാണ് എന്നൊക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. പോരാത്തതിന് യുവജനോത്സവം, അക്ഷരത്തെറ്റ് എന്നീ സിനിമകളിൽ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് സുരേഷ് ഗോപി നന്ദി കെട്ടവനാണെന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു. തീർച്ചയായും ശ്രീകുമാരൻ തമ്പി സാർ മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകളെ ഒരു മലയാളിക്കും തള്ളിക്കളയാനാകില്ല. നമ്മളെയെല്ലാം അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച മഹാപ്രതിഭ തന്നെയാണ് അദ്ദേഹം. അക്കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സുരേഷ് ഗോപിയുമായി പതിറ്റാണ്ടുകളിലെ ബന്ധമുള്ള ആളല്ലേ താങ്കൾ? താങ്കളെ പിതൃതുല്യമായി ബഹുമാനിക്കുന്ന ആളല്ലേ സുരേഷ് ഗോപി? തന്റെ പേര് പ്രസംഗത്തിൽ വിട്ടുപോയെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ എടോ സുരേഷേ, ഞാൻ ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ പേര് വിട്ടുപോയില്ലോ എന്നൊരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നും ചോദിക്കാം. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ 1000 വട്ടം മാപ്പ് പറഞ്ഞ് പരസ്യമായി ആ തെറ്റ് തിരുത്തുമായിരുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് മലയാളികൾക്കെല്ലാം അറിയാം. രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, മനുഷ്യൻ എന്ന പേരിലാണ്. അതിനെല്ലാം പകരം സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ തക്കം പാർത്തിരിക്കുന്നവർക്ക് ആയുധം എറിഞ്ഞു കൊടുത്ത് ഫേസ്ബുക്കിൽ ഈ വിചാരണ ചെയ്തപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ പീഠത്തിലിരുന്ന പ്രതിഭകൾ സ്വന്തം ചെറുതാവുകയല്ലേ ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന് കാതൽ കിടക്കുന്നത്. സുരേഷ് ഗോപി എന്ത് ചെയ്താലും കുറ്റമാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം തൃശ്ശൂരിൽ വിജയിച്ച് ഒരു BJP കേന്ദ്രമന്ത്രിയായി എന്നതുകൊണ്ട് മാത്രമാണ്. തൃശ്ശൂരിൽ ചരിത്ര വിജയം നേടി അദ്ദേഹം ഡൽഹിയിലേക്ക് വണ്ടി കയറിയ അന്ന് തൊട്ട് അദ്ദേഹത്തെ എങ്ങനെ തളർത്താം, എങ്ങനെ വേട്ടയാടാം എന്ന് ഗവേഷണം നടത്തുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ എതിരാളികളും സൈബർ പോരാളികളും മീഡിയയും എല്ലാം ഇവിടെയുണ്ട്. അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സുരേഷ് ഗോപി സ്വന്തം പണം എടുത്ത് പാവപ്പെട്ടവരെ സഹായിച്ചാൽ അത് PR വർക്കാണ്, രാഷ്ട്രീയ ലാഭത്തിനാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ ചെയ്തതെല്ലാം മറക്കരുത്. അത് വെറും അഭിനയമാണ്, നാടകമാണെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ കഷ്ടം. മാധ്യമങ്ങളുടെ അനാവശ്യ ചോദ്യങ്ങളോട് ദേഷ്യപ്പെട്ടാൽ അഹങ്കാരമാണ്, അധികാരഗർവാണ്. ഇനിയിപ്പോൾ സ്വന്തം നാടിന്റെ പേര് മാറ്റിയ സന്തോഷത്തിൽ പാർലമെന്റിൽ പാട്ട് പാടിയാൽ ഗാനരചയിതാവിനെ അപമാനിച്ചു, നന്ദികേട് കാണിച്ചു, കണ്ടോ ഇവിടുത്തെ ഇരട്ടത്താപ്പ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ MP മാർ അല്ലെങ്കിൽ പാർലമെന്റിൽ പോയി എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ, വരികൾ തെറ്റിച്ചാൽ അത് മനോഹരമായ പ്രകടനം എന്ന് വാഴ്ത്തുന്നവർ സുരേഷ് ഗോപിയുടെ കാര്യം വരുമ്പോൾ മാത്രം ഭൂതക്കണ്ണാടിയുമായി ഇറങ്ങുകയാണ്. കേരളം എന്ന പേര് മാറ്റി ആ ചരിത്ര നിമിഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട മാധ്യമങ്ങളും എതിരാളികളും വാർത്തയുടെ പ്രാധാന്യം മാറ്റാനും സുരേഷ് ഗോപിയെ നന്ദി കെട്ടവനായി മുദ്രകുത്താനും വേട്ടയാടാനും മാത്രമാണ് ഈ വിഷയം ഉപയോഗിച്ചത്.
ഒരു കവി ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ അതിന് ഈണം നൽകി കഴിഞ്ഞാൽ അത് ജനങ്ങൾ ഏറ്റുപാടി തുടങ്ങുന്നതോടെ ആ കല നാടിന്റെ സ്വത്തായി മാറുന്നു. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം എന്ന ഗാനം ഇന്ന് കേവലം ഒരു സിനിമയിലെ പാട്ടല്ല, ഒരു മലയാളിയുടെയും വികാരമാണ്. ഒരു സാധാരണ മലയാളി വഴിയിൽ നടന്നു പോകുമ്പോഴോ വിദേശത്ത് വെച്ച് നാടിനെ ഓർക്കുമ്പോഴോ ഈ പാട്ട് മൂളിയാൽ ഗാനരചയിതാവിന്റെ പേര് വിളിച്ചു പറഞ്ഞിട്ടാണോ പാടുന്നത്? പാർലമെന്റിൽ സുരേഷ് ഗോപി ചെയ്തതും അത് തന്നെയാണ്. താൻ ജനിച്ചു വളർന്ന നാടിന്റെ പേര് ഔദ്യോഗികമായി മാറ്റപ്പെട്ടപ്പോൾ ആ നിമിഷത്തിലെ സന്തോഷം പ്രകടിപ്പിക്കാൻ അദ്ദേഹം ആ വരികൾ ഉപയോഗിച്ചു. അതിൽ നിന്നും വാക്കുകൾ പിടിച്ചെടുത്ത് ഈഗോ വെച്ച് അളന്ന് വ്യക്തിപരമായി കടന്നാക്രമണം നടത്തുന്നത് അങ്ങേയറ്റം ക്യാരക്ടർലെസ് ആയിട്ടുള്ള കാര്യമാണ്. എത്രയൊക്കെ സൈബർ ആക്രമണങ്ങൾ നടത്തിയാലും എത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുന്ന കപട രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയും, ചെയ്യാനുള്ളത് ചെയ്യും, വാക്ക് പറഞ്ഞാൽ പാലിക്കും. തെറ്റുപറ്റിയാൽ തുറന്നു പറയാൻ മടിയില്ലാത്ത, വികാരങ്ങൾ മറച്ചു വെക്കാത്ത ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം. ശ്രീകുമാരൻ തമ്പി സാറിനോട് സുരേഷ് ഗോപിക്ക് എന്നും ബഹുമാനമേ ഉള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം. നാളെ ഇവർ നേരിട്ട് കാണുമ്പോൾ ആ കാല് തൊട്ട് വന്ദിക്കാൻ സുരേഷ് ഗോപിക്ക് യാതൊരു മടി ഉണ്ടാവില്ല. അതും ജനങ്ങൾക്കറിയാം. പക്ഷേ അതിനിടയിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കിയവർക്കാണ് ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ തളർത്താൻ ഇത്തരം കുപ്രചരണങ്ങൾക്കൊന്നും സാധിക്കില്ല. സത്യവും ഹൃദയശുദ്ധിയും ഉള്ളിടത്തോളം കാലം സുരേഷ് ഗോപിയെ വേട്ടയാടാൻ നോക്കുന്നവർ നാണം കെടുക മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. തൃശ്ശൂരിലെ ജനങ്ങളും കേരളത്തിലെ പാവപ്പെട്ടവരും നൽകുന്ന പിന്തുണ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു BJP MP ആയതിന്റെ പേരിൽ, ഒരു BJP-കാരനായതിന്റെ പേരിൽ സുരേഷ് ഗോപിയെ മനഃപൂർവ്വം വേട്ടയാടുന്നതാണോ ഇവിടെ? നിങ്ങളുടെ കൃത്യവും വ്യക്തവുമായ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.